തൃപ്പൂണിത്തുറയിൽ പടക്കപ്പുരയ്ക്ക് തീപിടിച്ചുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ അറസ്റ്റിലായി. ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ, കരാറുകാർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളായ പുതിയകാവ് ദേവസ്വം ഭാരവാഹികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ പിടികൂടാനുള്ള പോലീസ് തിരച്ചിലും തുടങ്ങിയിട്ടുണ്ട്. ബിനിൽ ചേരുന്നു നമുക്കിപ്പം വിവരങ്ങളുമായിട്ട്. ബിനിൽ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ആ അപകടത്തിന്റെ ഭീകരത എത്രത്തോളമായിരുന്നുവെന്ന്. ഇന്നലെ തന്നെ ഈ അപകടമുണ്ടായ സമയം അത് ഈ ഒരുപാട് പേർ വീട്ടിൽ, അതായത് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ സ്കൂൾ സമയം, ഓഫീസ് സമയം അതൊക്കെ ആയതുകൊണ്ടാവാം ഒരു പക്ഷേ ഈ അപകടത്തിന്റെ തീവ്രത ഇത്രയെങ്കിലും ഒന്ന് കുറഞ്ഞു നിൽക്കാനുള്ള കാരണമായി തീർന്നത്. അപ്പോൾ നിലവിലെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചന അത് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? തൃപ്പൂണിത്തുറയിലെ പടക്ക സ്ഫോടനവുമായി ബന്ധപ്പെട്ട 4 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 2 പേരാണ് പ്രധാനമായും അറസ്റ്റിലാകാനുള്ളത്. അത് ഈ ക്ഷേത്ര ഭാരവാഹികളാണ്. അവരാണ് ഈ വെടിക്കെട്ടിനുള്ള വെടിക്കെട്ട് നടത്തിപ്പിന്റെ ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത്. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അവർ രാവിലെ തന്നെ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം വ്യാപകമായ തെരച്ചിലാണ് പോലീസ് ഈ പ്രതികൾക്ക് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതാണ് ഇതിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നത്. അവിടെ ഒരു പടക്കം കൊണ്ടുവന്ന വലിയ ലോറി കിടക്കുന്നത് കാണാം. ആ ലോറി ഈ പരുവത്തിലായി പോയിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം വലിയ സ്ഫോടനമാണ്, തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമാകും. കാരണം ഇപ്പോൾ കുറച്ച് ഇരുമ്പ് കഷ്ണങ്ങൾ മാത്രമായി ആ ലോറി അവശേഷിക്കുകയാണ്. ഈ ലോറിയിലാണ് ഈ പടക്കം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഈ പരിസരത്താകെ വലിയ ഒരു ദുരന്ത ഭൂമിയായി അത് മാറിയിരിക്കുന്നു. ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതിന് ചുറ്റും ഏതാണ്ട് 10-20ഓളം വീടുകൾ. ആ 20ഓളം വീടുകളുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം ഇവർക്കിനി എന്ന് അവരുടെ വീട്ടിലേക്ക് തിരിച്ച് താമസിക്കാൻ കഴിയുമെന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ ഈ വീടുകൾ പൂർണ്ണമായും തകർന്ന വീടുകളടക്കമുണ്ട്. ഒരു വീടിനുള്ളിലും അടച്ചുറപ്പുള്ള ഒരു ഡോറ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. പലരും ഇന്നലെ രാത്രിയിൽ ക്യാമ്പുകളിലായിരുന്നു, ബന്ധുവീട്ടുകളിലായിരുന്നു. ഈ വീട്ടിലൊക്കെ തകർന്ന ഡോറിന് പകരം പ്ലൈവുഡൊക്കെ വെച്ച് അടിച്ച് മറച്ച് ആണ് ആളുകൾ ഇവിടെ നിന്ന് മാറിയത്. വീടിനകത്തേക്ക് കയറിയാൽ നമുക്ക് കുപ്പിച്ചില്ല് ചവിട്ടാതെ ഒരിടത്തേക്ക് പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ ഭീകരമായ അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് ആളുകളെല്ലാം തന്നെയുള്ളത്. ഓരോ വീടിൻ്റെയും അവസ്ഥ നമ്മൾ അതിനകത്ത് കയറി നോക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അത്രയും വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നന്നാക്കി എടുക്കുക എന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആര് ഇവർക്കൊക്കെ ഈ പണം നൽകും, വീട് നന്നാക്കാൻ ആര് സഹായിക്കുമെന്നത് ഇപ്പോഴും വ്യക്തതയില്ല. നമ്മൾ അല്പം മുമ്പ് ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തി, റവന്യൂ ഉദ്യോഗസ്ഥൻ ഒരു പരാതി തന്നു നോക്കൂ, അപ്പോൾ ആലോചിക്കാമെന്നാണ് പറഞ്ഞത് എന്നാണ് ഈ നാട്ടുകാരൻ നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞു. അത്തരത്തിൽ അധികാരികൾ പോലും ഒരു കൃത്യമായ ഒരു ഉത്തരം നൽകാത്ത അവസ്ഥയുണ്ട്. കാരണം ഈ ദുരന്തത്തിന് അധികാരികൾക്ക് ആർക്കും തന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അവരുടെ അനാസ്ഥ തന്നെയാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. കാരണം ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് നടന്നിരുന്നു. ആ വെടിക്കെട്ടും അനുമതി ഇല്ലാതെ തന്നെയാണ് നടന്നത്. 2 കരകൾ, അതായത് തെക്കും വടക്കും 2 ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് വെടിക്കെട്ട് നടത്തുകയായിരുന്നു. ഒരു മത്സര സ്വഭാവത്തിൽ തന്നെ വെടിക്കെട്ട് നടന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ വെടിക്കെട്ട് നടന്നിട്ട് അനധികൃതമാണ് ഈ വെടിക്കെട്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് ഇവിടുത്തെ അധികാരികൾ എവിടെയായിരുന്നു? റവന്യൂ അധികാരികൾ എവിടെയായിരുന്നു? പോലീസ് എവിടെയായിരുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ ശേഷമാണ് ഇതിലെ നടപടികളിലേക്ക് പോകുന്നത്. പക്ഷേ ആ ദുരന്തത്തെ തടയുന്നതിന് വേണ്ടി ഇവരൊന്നും ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ടിപ്പോൾ ഈ തകർന്ന വീടുകൾക്ക് ഒരു മൂകസാക്ഷികളായി അവർ നിൽക്കുന്നു. ഈ വീട്ടിൻ്റെ ഉടമസ്ഥർക്കൊക്കെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിറങ്ങലിച്ച് നിൽക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്ത കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. 150ഓളം വീടുകൾ ഇവിടെ തകർന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കോടികൾ കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനൊക്കെ ആര് മറുപടി പറയും? ഈ വീടുകളൊക്കെ ആര് നന്നാക്കി കൊടുക്കുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനിടയിൽ ഈ ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാത്ത ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അവർക്കൊക്കെ ആയിട്ടൊരു കൗൺസിലിംഗ് അടക്കം നടത്താനായിട്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ആ നടപടികളിലേക്ക് പോവുകയാണ്. ഇന്ന് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഓരോ വീടിൻ്റെയും ഡോറുകളെല്ലാം തന്നെ ചെതറിക്കിടക്കുകയാണ്. ഇതാണ്
ഒരു ദുരന്തം നടന്നിട്ടുണ്ടതിന് ബാക്കി പത്രമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്.